ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും അതിർത്തിയിലെ വെടിവയ്പ്പുകളെ കുറിച്ചാണല്ലോ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിർത്തിക്കപ്പുറം നദികളിലും വലിയൊരു തന്ത്രപരമായ യുദ്ധം നടക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ അതിവേഗം പണിതുയർത്തുന്ന കൂറ്റൻ അണക്കെട്ടുകൾ പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ വികസന കുതിപ്പ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5000-ഓളം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സാവൽകോട്ട് പദ്ധതി. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടുന്ന ഈ പദ്ധതിക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയ അമിത വേഗത പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സാവൽകോട്ടിന് പുറമെ പക്കൽദൂൽ, കിരു, ക്വാർ, റാറ്റിൽ തുടങ്ങിയ പദ്ധതികളും കൂടി പൂർത്തിയാകുന്നതോടെ ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിന്മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കും. എന്തുകൊണ്ടാണ് ഈ പദ്ധതികൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നതെന്ന് നോക്കാം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ നദികളിലെ വെള്ളത്തെ ആശ്രയിച്ചാണ്. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ 90% അവരുടെ ഭക്ഷ്യസുരക്ഷയും നിലനിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒഴുകിച്ചെല്ലുന്ന ചെനാബ് നദിയിലെ വെള്ളത്തിലാണ്. പക്കൽദൂൽ പോലുള്ള കൂറ്റൻ അണക്കെട്ടുകൾ വഴി വെള്ളം തടഞ്ഞു നിർത്താനും ആവശ്യമായ സമയത്ത് മാത്രം തുറന്നുവിടാനും ഇന്ത്യക്ക് സാധിക്കും. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ ഈ ജലനിയന്ത്രണം ഒന്ന് കടുപ്പിച്ചാൽ പാകിസ്ഥാൻ ഒന്നില്ലെങ്കിൽ പ്രളയത്തിൽ മുങ്ങും, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങും. ഈ ഒരു തന്ത്രപരമായ മേധാവിത്വത്തെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ചെനാബ് നദിയിൽ ഇന്ത്യ അതിവേഗം നടപ്പിലാക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ കേവലം വൈദ്യുതി ഉൽപാദനത്തിന് മാത്രമുള്ളതല്ല. 5000-ഓളം കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സാവൽകോട്ട് പദ്ധതി ഇതിനൊരു ഉദാഹരണമാണ്. ഏകദേശം 9 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിക്കായി ന്യൂഡൽഹി കാണിക്കുന്ന വേഗത ലോകരാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. പണ്ട് പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന സാവൽകോട്ട്, പക്കൽദൂൽ, കിരു, ക്വാർ, റാറ്റിൽ തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിന്മേൽ ഇന്ത്യക്ക് അത്ഭുതപൂർവമായ നിയന്ത്രണം കൈവരും. ഇതാണ് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭയം ഇത്രത്തോളം രൂക്ഷമാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ നദികളെ ആശ്രയിച്ചാണ്. പക്കൽദൂൽ പോലുള്ള പദ്ധതികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പടിഞ്ഞാറൻ നദിയിലെ ഇന്ത്യയുടെ ആദ്യത്തെ വലിയ സംഭരണ പദ്ധതിയാണ്. അതായത് വെള്ളം തടഞ്ഞു നിർത്താനും ആവശ്യമായ സമയത്ത് മാത്രം തുറന്നുവിടാനും ഇന്ത്യക്ക് സാധിക്കും. യുദ്ധകാലത്തോ അല്ലെങ്കിൽ മറ്റ് നയതന്ത്ര തർക്കങ്ങൾക്കിടയിലോ ഇന്ത്യ ഈ വാട്ടർ നോബ് ഒന്ന് തിരിച്ചാൽ പാകിസ്ഥാൻ ഒന്നില്ലെങ്കിൽ പ്രളയത്തിൽ മുങ്ങും. ഈ ഒരു തന്ത്രപരമായ മേധാവിത്വമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തെയും അവിടുത്തെ സൈന്യത്തെയും ഭയപ്പെടുത്തുന്നത്. 1960-ൽ ഒപ്പിട്ട സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ഈ നദികളിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാനായിരുന്നു മുൻതൂക്കം. എന്നാൽ പാകിസ്ഥാൻ നിരന്തരം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ ഇന്ത്യ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയത് വെറുതെയല്ല എന്ന് ഇന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുകയാണ്. ഉടമ്പടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ പാകിസ്ഥാന്റെ പരാതികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ വില ലഭിക്കാത്ത അവസ്ഥയാണ്. സാങ്കേതികമായി നോക്കിയാൽ ഇന്ത്യയുടെ ഈ നീക്കം അതിശയിപ്പിക്കുന്നതാണ്. ഹിമാലയത്തിലെ കഠിനമായ ശൈത്യത്തിലും മഴയിലും നിർമ്മാണം തടസ്സപ്പെടാത്ത രീതിയിലാണ് സാവൽകോട്ട് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ 12 മാസവും പണി തുടരാൻ സാധിക്കുന്ന അത്യാധുനിക എഞ്ചിനീയറിംഗ് രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പദ്ധതികൾ എത്രയും വേഗം കമ്മീഷൻ ചെയ്യാനുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഓരോ ചുവടുവെപ്പും തങ്ങളുടെ ജലസുരക്ഷയ്ക്കും ഗ്രാമീണ ഉപജീവനത്തിനും ഭീഷണിയാണെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും നേതാക്കളും നിരന്തരം വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ ഊർജ്ജസ്വലമാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് മുന്നിൽ അവർക്ക് മറ്റു വഴികളില്ല. ചെനാബ് നദിയിലെ ഈ മഹാപദ്ധതികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കും കശ്മീരിന്റെ വികസനത്തിലേക്കുമുള്ള ചവിട്ടുപടികളാണ്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയുടെ കയ്യിലുള്ള അതിശക്തമായ ഒരു വാട്ടർ വെപ്പൺ അഥവാ ജലായുധമാണ്. ഭാരതം അതിന്റെ തന്ത്രപരമായ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭയം അവരുടെ പഴയകാല നയങ്ങളുടെ ഫലമാണെന്ന് പറയേണ്ടി വരും. വരും വർഷങ്ങളിൽ ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ദക്ഷിണേഷ്യയിലെ ജലരാഷ്ട്രീയം ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്ന് ഉറപ്പാണ്.
ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി വെറുമൊരു വൈദ്യുതി നിലയമല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടത്തിലും നയതന്ത്ര തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് അത് കൂടുതൽ കരുത്തുറ്റതാകുകയും ചെയ്യും. പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വരുന്ന ഗുണപരമായ മാറ്റങ്ങളാണ്. പദ്ധതിയുടെ നിർമ്മാണത്തിനായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് പ്രാദേശികമായ വലിയൊരു തൊഴിൽ വിപണി തുറക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനൊപ്പം പല ജില്ലകളിലും പുതിയ റോഡുകളും പാലങ്ങളും വിദ്യാലയങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു വരും. ഇത് ആ മേഖലയുടെ മൊത്തത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കും. 1960 ഒപ്പിട്ട സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്മേൽ പാകിസ്ഥാനായിരുന്നു മുൻതൂക്കം. ഭീകരവാദത്തിന് പണം മുടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ നിന്നുള്ള ജലസമ്പത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഉടമ്പടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം അവകാശവാദങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ നയതന്ത്രപരമായ പരാജയമാണ് വിലയിരുത്തപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയൊരു ഭീഷണി കൂടി ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ട്. ഹിമാലയത്തിലെ ഹിമാനികൾ വേഗത്തിൽ ഉരുകിത്തീരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ നദികളിലെ ജലലഭ്യത കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നദിയുടെ മുകൾ തട്ടിലുള്ള ഇന്ത്യക്ക് അണക്കെട്ടുകൾ വഴി വെള്ളം ശേഖരിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമായിരിക്കും. ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഈ പദ്ധതികളെ തടയാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ന്യായമായ വാദങ്ങൾക്കും സാങ്കേതികമായ കൃത്യതയ്ക്കും മുന്നിൽ അവർക്ക് പലപ്പോഴും പിന്മാറേണ്ടി വരുന്നുണ്ട്. ചെനാബ് നദിയിൽ ഇന്ത്യ പടുത്തുയർത്തുന്ന ഈ കൂറ്റൻ അണക്കെട്ടുകൾ വെറും സിമന്റും മണ്ണും കൊണ്ടും നിർമ്മിക്കുന്നതല്ല. അവ ഭാരതത്തിന്റെ മാറിയ നയതന്ത്രത്തിന്റെയും തന്ത്രപരമായ കരുത്തിന്റെയും അടയാളങ്ങളാണ്. ദശാബ്ദങ്ങളായി നാം പാഴാക്കി കളഞ്ഞ നമ്മുടെ അവകാശങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വികസനത്തിനായി നാം തിരിച്ചു പിടിക്കുകയാണ്. സാവൽകോട്ട് ഉൾപ്പെടെയുള്ള ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിലെ ഓരോ വീട്ടിലും വെളിച്ചമെത്തുമെന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ജലരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വാക്കിന് കൂടുതൽ കരുത്ത് ലഭിക്കുകയും ചെയ്യും. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വികസനം ഒരു പേടി സ്വപ്നമാണ്. തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന പാകിസ്ഥാന്റെ വാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഒന്നേയുള്ളൂ: ഉടമ്പടികൾ പാലിച്ച് സമാധാനത്തോടെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അയൽരാജ്യത്തോട് പഴയതുപോലെ ഉദാരമായ സമീപനം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന സന്ദേശം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യ തന്റെ ജലവിഭവങ്ങൾ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കുകയാണ്. വരും വർഷങ്ങളിൽ ഈ അണക്കെട്ടുകൾ പൂർത്തിയാകുമ്പോൾ അത് ഏഷ്യയിലെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും. പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ആയുധമായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കും ചെനാബ് നദീതടം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.